ഹായ് കൂട്ടുകാരെ, ഇന്ന് ഹെഡ്ലൈറ്റിനെ കുറിച്ച് കുറച്ച് പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. ഹെഡ്ലൈറ്റിനെ കുറിച്ച് രാത്രി കാലങ്ങളിലും മഞ്ഞുള്ളപ്പോഴും സുഗമമായ യാത്രയ്ക്ക് ഹെഡ്ലൈറ്റുകൾ നമ്മളെ സഹായിക്കുന്നു. രാത്രി കാലങ്ങളിലും മഞ്ഞുള്ളപ്പോഴും നന്നായി ഡ്രൈവ് ചെയ്യാൻ ഹെഡ്ലൈറ്റ് നമ്മളെ സഹായിക്കുന്നു. റിഫ്ലക്ടറും ലെൻസും അടങ്ങുന്ന രണ്ട് ഘടകങ്ങളാണ് ഹെഡ് ലാമ്പിൽ നമുക്ക് ശക്തിയേറിയ പ്രകാശം നൽകുന്നത്. റിഫ്ലക്ടറും ലെൻസും എന്നീ രണ്ട് ഘടകങ്ങളാണ് ഹെഡ് ലാമ്പിൽ നമുക്ക് ശക്തിയേറിയ പ്രകാശം പ്രതിദാനം ചെയ്യുന്നത്. ഹെഡ് ലാമ്പിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടറാണ് പാരാബോളിക് റിഫ്ലക്ടറാണ് ഹെഡ് ലാമ്പിൽ ഉപയോഗിക്കുന്നത്. പാരാബോളിക് റിഫ്ലക്ടർ. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നഗരവീഥികളിലൂടെ പോകുമ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് എപ്പോഴും ഡിം ലൈറ്റിൽ വേണം ഓടിക്കാൻ. ഡിം ലൈറ്റിൽ വേണം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഒരു വാഹനത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ, ഒരു വാഹനത്തിൻ്റെ പുറകെ പോകുമ്പോൾ അല്ലെങ്കിൽ അനുഗമിക്കുമ്പോൾ അപ്പോഴും നമ്മൾ ഡിം ലൈറ്റിൽ വേണം വാഹനം ഓടിക്കാൻ. രണ്ട് സമയങ്ങളിലും ഡിം ലൈറ്റിൽ വേണം വാഹനം ഓടിക്കാൻ. കാരണം മുമ്പേ പോകുന്ന വാഹനത്തിൻ്റെ സൈഡ് മിറർ വഴി അദ്ദേഹത്തിന് റിഫ്ലക്ഷൻ ഉണ്ടാവുകയും ഡ്രൈവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും, നമ്മൾ ബ്രൈറ്റ് ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ. അതുകൊണ്ട് ഒരു വാഹനത്തിൻ്റെ പിന്നാലെ പോകുമ്പോഴും നഗരവീഥികളിലൂടെ പോകുമ്പോഴും നമ്മൾ ഡിം ലൈറ്റ് വേണം ഉപയോഗിക്കാൻ. അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നൊരു വാഹനം നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ തുടരെ ഡിമ്മും ബ്രൈറ്റും അടിച്ച് അദ്ദേഹത്തിന് ഡിം അടിക്കാനുള്ള സിഗ്നൽ കൊടുക്കേണ്ടതാണ്. തുടരെ നമ്മൾ ഡിമ്മും ബ്രൈറ്റും മാറ്റി അടിച്ച് നമ്മൾ അദ്ദേഹത്തിന് ഡിം ലൈറ്റ് നമുക്ക് തരണം എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കേണ്ടതാണ്. അടുത്തതായി ഹസാർഡ് ലാമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഹസാർഡ് ലാമ്പ് അഥവാ ഫ്ലാഷർ ലൈറ്റ് എന്നും ഹസാർഡ് ലാമ്പിനെ പറ്റി പറയുന്നുണ്ട്. ഹസാർഡ് ലാമ്പിന്റെ മറ്റൊരു പേരാണ് ഫ്ലാഷർ ലൈറ്റ്. ഒരു വാഹനം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തകരാറിലായി റോഡിൽ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നിർത്തുമ്പോഴാണ് നമ്മൾ ഹസാർഡ് ലാമ്പ് അഥവാ ഫ്ലാഷർ ലൈറ്റ് ഓണാക്കിയിടേണ്ടത്. സാധാരണ നമ്മൾ റോഡുകളിൽ എന്തെങ്കിലും എമർജൻസിക്ക് ആരെങ്കിലും വണ്ടി ഓടിച്ച് പോകുമ്പം ഹസാർഡ് ലാമ്പ് ഓണാക്കിയിട്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഹസാർഡ് ലാമ്പിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വാഹനം കേടായി റോഡിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ പാർക്ക് ചെയ്തേക്കുമ്പോഴാണ് നമ്മൾ ഹസാർഡ് ലാമ്പ് ഉപയോഗിക്കുന്നത്. ഹസാർഡ് ലാമ്പ് അഥവാ ഫ്ലാഷർ ലൈറ്റ് എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇത് ഓർമ്മ വേണം, ഹസാർഡ് ലാമ്പിൻ്റെ യഥാർത്ഥ ഉപയോഗം. അടുത്തതായി ടെയിൽ ലൈറ്റ് അസംബ്ലിയെ പറ്റിയാണ് പറയുന്നത്. ടെയിൽ ലൈറ്റ് അസംബ്ലിയിൽ 4 ഇൻഡിക്കേറ്ററാണ് വരുന്നത്. ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, റിവേഴ്സ് ഇൻഡിക്കേറ്റർ, സൈഡ് ഇൻഡിക്കേറ്റർ. ഈ 4 ഐറ്റം റിവേഴ്സ് ലൈറ്റ് അസംബ്ലിയിൽ വരും, ടെയിൽ ലൈറ്റ് അസംബ്ലിയിൽ വരുന്നത് ഏതൊക്കെയാണ്? പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ഇൻഡിക്കേറ്റർ, സൈഡ് ഇൻഡിക്കേറ്റർ. ഈ 4 ഐറ്റം വരുന്നത് റിവേഴ്സ് ബാക്ക് ലൈറ്റ് അസംബ്ലിയിലാണ്, ടെയിൽ ലൈറ്റ് അസംബ്ലിയിലാണ് വരുന്നത്. ടെയിൽ ലൈറ്റ് അസംബ്ലിയിലെ ബ്രേക്ക് ലൈറ്റും ടെയിൽ ലൈറ്റ് അസംബ്ലി എപ്പോഴും ചുമന്ന കളറായിരിക്കും. ഇത് ശ്രദ്ധ വേണം. ടെയിൽ ലൈറ്റ് അസംബ്ലി എപ്പോഴും ചുമന്ന കളറായിരിക്കും, എന്നാൽ ഫ്രണ്ടിൽ, അതായത് നമ്മളെ ഹെഡ് ലൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കളർ ചുമപ്പാണ്. ടെയിൽ ലൈറ്റ് അസംബ്ലിയുടെ കളർ ചുമപ്പ് തന്നെയാണ്. ടെയിൽ ലൈറ്റ് അസംബ്ലിയുടെ കളർ ചുമപ്പായിരിക്കും. ഇത്രയും